ഹീറോയുടെ ഏറ്റവും സ്റ്റൈലിഷ് സ്കൂട്ടറായിട്ടുള്ള സൂം 110 ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മിർസവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനിങ്ങിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഹീറോ സൂം 110 ഇറക്കിയിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ സ്റ്റൈലിഷ് ആൻഡ് സ്പോർട്ടി ലുക്കിലാണ് ഈ ഒരു വാഹനം ഹീറോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഹാൻഡിലിൻ്റെ ഭാഗത്ത് ഹെഡ് പോർഷനിൽ ഒരു വി ഷേപ്പിൽ ബോഡി കളറിൽ വളരെ മനോഹരമായി തന്നെ ഒരു ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഹാലജൻ ബൾബാണ് ഇൻഡിക്കേറ്റേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായി ഹീറോയുടെ ലോഗോ കാണാം. ഇതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു എച്ച് ഷേപ്പ് തോന്നത്തക്ക വിധത്തിൽ ഷാർപ്പായിട്ടുള്ള ഒരു LED DRLs കാണാം. അതോടൊപ്പം തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സും ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഒട്ടും തന്നെ അരോചകം തോന്നാത്ത നിലയിൽ വളരെ മനോഹരമായിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇതിന് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കോർണറിംഗ് ലൈറ്റാണ്. സാധാരണ നമ്മൾ വില കൂടിയ കാറുകളിലും മറ്റും കാണുന്നത് പോലുള്ള ഒരു ഫീച്ചറാണ് നിലവിൽ ഈ വണ്ടിക്ക് ഹീറോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്തരം ഫീച്ചേഴ്സുള്ളൊരു വണ്ടി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വളവുകളൊക്കെ തിരിയുമ്പോൾ മറ്റും വളരെ ഉപകാരപ്രദമാണ്. വളവുകളൊക്കെ തിരിയുന്ന സമയത്ത് ആ ഒരു സൈഡിലെ സെൻസർ വർക്ക് ചെയ്ത് ആ ഭാഗത്തെ ലൈറ്റ് തെളിയുകയും അങ്ങനെ കൂടുതൽ പ്രകാശം ഉണ്ടാകുകയും നമുക്ക് വ്യക്തമായി കണ്ട് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഫ്രണ്ടിലെ ടയർ വരുന്നത് 90/90 12 ഇഞ്ച് അലോയിലാണ്. ഇതിൻ്റെ ടോപ്പിലേക്ക് വരുമ്പോൾ ഡയമണ്ട് കട്ട് അലോയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും അതിന് മുകളിലായി ഒരു റിഫ്ലക്ടറും കാണാം. ബൈബ്രിയുടെ ബ്രേക്ക് കാലിപ്പറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഹീറോയുടെ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ നമുക്കൊരു മസ്കുലർ ഫീൽ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് മാത്രമല്ല ഓവറോൾ ആ ഒരു ഫീൽ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രേ കളറുള്ളൊരു പോർഷൻ കാണാം. അവിടെ i3s ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നോർമൽ രീതിയിലുള്ളൊരു ഗ്യാപ്പ് നമുക്ക് ഫ്രണ്ടിൽ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ച് പോകാം, പക്ഷേ ഗ്യാസ് കുറ്റിയൊന്നും വെക്കാനായിട്ട് സാധിക്കില്ല. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കോക്പിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് ഫുള്ളി ഡിജിറ്റലാണ്. ഇതിൻ്റെ കവറിങ്ങിൽ ബോഡി കളറിലുള്ള ആ ഒരു ഭാഗം മനോഹരമായിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂ ബാക്ക് ലൈറ്റോട് കൂടി നല്ല വിസിബിലിറ്റി കിട്ടുന്ന നിലയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, കോൾ ആൻഡ് SMS അലർട്ട് ഒക്കെ കാണിച്ച് തരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിജിറ്റൽ ക്ലോക്ക്, ഫ്യൂവൽ ഗേജ്, ട്രിപ്പ് മീറ്റർ, അതുപോലെ ആവറേജ് ഫ്യൂവൽ കൺസംഷൻ എന്നിവയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. മോഡ് റീസെറ്റ് ചെയ്യുന്ന 2 ബട്ടൺസ് ഇവിടെ കാണാം. ഹാൻഡിലിൻ്റെ ഇടത് സൈഡിലായിട്ട് ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ചും ഇൻഡിക്കേറ്റർ സ്വിച്ചും ഹോൺ സ്വിച്ചും നമുക്ക് കാണാം. വലത് സൈഡിലേക്ക് വരുമ്പോൾ എൻജിൻ സ്റ്റാർട്ട് സ്വിച്ചും തൊട്ട് മുകളിലായിട്ട് i3s ഓൺ ഓഫ് സ്വിച്ചും കാണാം. തൊട്ട് താഴെയായി കീയുടെ പൊസിഷൻ കാണാം. അതിന് താഴെയായിട്ട് 2 വലിയ ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ ബോട്ടിലോ മറ്റ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു ഗ്ലോ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലോ ബോക്സിൻ്റെ അടിയിലായിട്ടാണ് ചാർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുള്ളത്. അത് ഒരുപക്ഷെ മഴ നനയാതിരിക്കാനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. ഇത് പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ യൂണിറ്റ് സ്വിംഗ് വിത്ത് സ്പ്രിംഗ് ലോഡഡ് ഹൈഡ്രോളിക് ഡാമ്പർ സസ്പെൻഷനാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ ടയർ സൈസും വരുന്നത് 90/90 12 ഇഞ്ച് ടയറാണ് ഇതിൻ്റെ റിയറിലും വരുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഹീറോ ഇതിൻ്റെ ടെയിൽ സെക്ഷൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ എക്സ് ഷേപ്പിൽ കാണുന്ന LED ടെയിൽ ലൈറ്റിൻ്റെ ഭാഗമൊക്കെ ബൈക്കിലേതൊക്കെ പോലെ വളരെ മനോഹരമായിട്ടാണ് ഹീറോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഗ്രാബ് റെയിലാണ്. കാരണം ആ സീറ്റിൻ്റെ പൊസിഷനോട് തന്നെ ഒട്ടും പൊങ്ങി നിൽക്കാതെ ആ ബോഡിയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഗ്രാബ് റെയിൽ ചെയ്തിട്ടുള്ള വളരെ മനോഹരമാണ്. അത്യാവശ്യം നല്ല ബലമുള്ള പിടിച്ചിരിക്കാൻ വളരെ കംഫർട്ട് തരുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്.
നല്ല വിശാലമായിട്ടുള്ള നല്ല കുഷ്യനിങ് തരുന്ന സീറ്റാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. സീറ്റിനടിയിലാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കൊടുത്തിട്ടുള്ളത്. 5.2 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. 19.2 ലിറ്ററാണ് ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. സൈഡിലായിട്ട് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റൊക്കെ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് വയ്ക്കാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 770 mm ആണ്. അതുകൊണ്ട് തന്നെ പൊക്കം കുറഞ്ഞവർക്കും ഈ വണ്ടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് 155 mm. ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 1300 mm ആണ്. എൻജിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ 110.9 cc എയർ കൂൾഡ് 4 സ്ട്രോക്ക് SA എൻജിനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 8.70 Nm ടോർക്കും 8.15 PS പവറും പ്രദാനം ചെയ്യുന്ന ഒരു എൻജിനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റൈഡിംഗ് കംഫർട്ടും ഒരു സ്മൂത്ത് പെർഫോമൻസും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. 1,09,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഒരു 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ 4 വർഷത്തേക്കുള്ളൊരു EMI 3,268ഉം 3 വർഷത്തേക്കുള്ള EMI 3,857ഉം 2 വർഷത്തേക്കുള്ളൊരു EMI 5,279ഉം 1 വർഷത്തേക്കാണെങ്കിൽ അത് 9,610ഉം ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് സൂം 1ൻ്റെ വിശേഷങ്ങൾ. ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.